സൂറത്തുൽ മാഇദയിലെ 7-ാമത്തെ വാക്യമാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഞാൻ വായിക്കാം. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. ഞങ്ങളിതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങളോട് ഉറപ്പേകിയ കരാർ വാങ്ങിയതും ഓർക്കുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നെഞ്ചിനുള്ളിലുള്ളതൊക്കെ അറിയുന്നവനാകുന്നു. ഇവിടെ 2 കാര്യങ്ങൾ ഓർക്കാനാണ് പറയുന്നത്. ആരോടാണ് പറയുന്നത് എന്ന് വ്യക്തമല്ല. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരോടാണോ പറയുന്നത്, അതോ മുഹമ്മദിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ആൾക്കാരോടാണോ പറയുന്നത് എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ വാക്യം പറയുമ്പോൾ മുഹമ്മദിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മുഹമ്മദിൻ്റെ അനുയായികളായ ആളുകളോടാണ് ഈ 2 കാര്യങ്ങൾ ഓർക്കാൻ പറയുന്നത്. എന്താണ് ആ 2 കാര്യങ്ങൾ? ഒന്ന്, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു കരാറുണ്ട്, ആ കരാർ ഓർക്കണം. മറ്റൊന്ന്, അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ പലതും തന്നിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങളെയും ഓർക്കണം. എന്നിട്ട് അള്ളാഹുവിനെ അനുസരിക്കണം. അള്ളാഹുവിന് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ്. അള്ളാഹുവിന് ഒരു ചുക്കും അറിയില്ല എന്നതിൻ്റെയും അള്ളാഹുവിന് 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്നതിൻ്റെയും തെളിവാണ് ഈ നെഞ്ചിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അറിയാം എന്ന ഈ പ്രയോഗം. അതിനപ്പുറത്തേക്ക് അറിവും കാര്യങ്ങളൊക്കെ തലച്ചോറിലാണ് എന്ന കാര്യം പോലും ഈ അള്ളാഹുവിന് അറിയില്ലായിരുന്നു. ഇതിനകത്തൊരു കരാറിൻ്റെ കാര്യം പറയുന്നു. ഏതാണ് ആ കരാർ? ഏതാണ് ആ കരാർ എന്ന കാര്യത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിലും ഈ ഖുർആൻ വ്യാഖ്യാനിച്ച ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്, പലതരം തർക്കങ്ങളുണ്ട്. കരാറിനെ കുറിച്ച് പറയുന്നത്, ഈ ഖുർആനിൽ പലയിടത്തും ഒരു കരാറിനെ കുറിച്ച് പരാമർശമുണ്ട്. ആ കരാർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ഈ ദുനിയാവിൽ മനുഷ്യന്മാരുണ്ടാകുന്നതിന് മുമ്പ് ആദ്യത്തെ മനുഷ്യൻ്റെ മുതുകിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹു അവരുമായിട്ടൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ്. അത് ഖുർആനിൽ പ്രത്യക്ഷമായി തന്നെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കരാറ്. ആ കരാറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു കൂട്ടരുടെ വ്യാഖ്യാനം. വേറൊരു കൂട്ടരുടെ വ്യാഖ്യാനം, ഇത് മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളും തമ്മിൽ പലപ്പോഴായി ഉണ്ടായിട്ടുള്ള കരാറാണ്. ഒരിക്കൽ ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഉസ്മാൻ്റെ ചോരയ്ക്ക് പകരം വീട്ടാൻ ഞങ്ങളിതാ റെഡിയാണ് എന്നും പറഞ്ഞുകൊണ്ട് മരിക്കാൻ റെഡിയായിക്കൊണ്ട് മുഹമ്മദിൻ്റെ കൈ പിടിച്ച് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചൊരു പ്രതിജ്ഞ നടത്തിയിട്ടുണ്ട്. റിദ്വാൻ പ്രതിജ്ഞ, ഹുദൈബിയ സന്ധിയുടെ സമയത്ത്. ആ പ്രതിജ്ഞയിലെ കരാറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മുഹമ്മദിൻ്റെ കൈയാണ് പിടിച്ചതെങ്കിലും അള്ളാഹുവിൻ്റെ കൈയായിരുന്നു അന്നേരം പിടിച്ചത് എന്നും പറഞ്ഞിട്ട് വേറെ ആയത്തുണ്ട്. ആ കരാറാണ് അള്ളാഹു നമ്മളും തമ്മിലുള്ള കരാറ് എന്നാണ് മുഹമ്മദ് അനുയായികളോട് ഇവിടെ പറയുന്നത്. മറ്റൊന്ന് പറയുന്നത്, മുഹമ്മദും അനുയായികളും തമ്മിൽ പൊതുവിലുള്ളൊരു കരാറുണ്ട്. മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് തന്നെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, മദീനക്കാരുമായിട്ട്. ആ കരാറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ ഏതാണ് കരാറ് എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും അള്ളാഹു നമ്മളെല്ലാവരും തമ്മിൽ നേരത്തെ നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കരാറ്, ആ കരാറിനെ കുറിച്ച് ഖുർആനിൽ മറ്റു ചില സ്ഥലങ്ങളിൽ പരാമർശമുണ്ട്, പ്രത്യക്ഷമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കരാറ് അള്ളാഹുവും നമ്മളെല്ലാവരും കൂടെ തമ്മിൽ നടത്തിയ ആ ഒരു ദിവസത്തിനാണ് യൗമുൽ മീസാഖ് എന്ന് പറയും. ആ യൗമുൽ മീസാഖിനെ കുറിച്ച് പരാമർശിക്കുന്ന ഖുർആൻ വാക്യമാണ് 7-ാം അധ്യായത്തിലെ 172-ാമത്തെ ഈ വാക്യം. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതേ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിലാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളാരും അങ്ങനെ ഒരു കാര്യമൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമ്മൾ പിന്നീട് പറഞ്ഞേക്കും, അങ്ങനെ പറയാൻ പാടില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു നമ്മളെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അങ്ങനെ ഒരു കരാറുണ്ടാക്കിയതെന്നും ആ കരാറിൽ ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ അതേ എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം വഹിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആദമിൻ്റെ മുതുകിൽ നിന്നുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ളത് അള്ളാഹുവിന് അറിയും എന്ന് പറയാൻ കാരണം നെഞ്ചിൻ്റെ ഉള്ളിലാണ് മനുഷ്യൻ്റെ ചിന്തയും മനസ്സും എന്നാണ് അള്ളാഹുവിൻ്റെ കാലത്ത് മനുഷ്യന്മാരുമൊക്കെ മനസ്സിലാക്കിയിരുന്നത്. തലച്ചോറിനകത്താണ് മനുഷ്യൻ്റെ ചിന്തയും ബുദ്ധിയും വിവേകവും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന അറിവ് 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യർക്കില്ലാത്തത് കൊണ്ടാണ് അന്നത്തെ ദൈവമായ അള്ളാഹുവിന് അറിവില്ലാതെ പോയത്.
അതുപോലെ തന്നെ അന്നത്തെ മനുഷ്യരുടെ അന്ധവിശ്വാസമായിരുന്നു മനുഷ്യൻ്റെ ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് മുതുകിലാണ് എന്നത്. ആ അന്ധവിശ്വാസവും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ അള്ളാഹു വിവരിച്ചു തരുന്നത് ആദമിൻ്റെ സന്തതികളിൽ നിന്ന്, ആദമിൻ്റെ മുതുകിൽ നിന്നുള്ള സന്തതികളിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദമിൻ്റെ മുതുകിൽ നിന്ന് പുറപ്പെട്ടിട്ട് എല്ലാ മനുഷ്യൻ്റെ മുതുകിൽ നിന്നാണ് സന്തതി പരമ്പരകൾ ഉണ്ടാവുന്നത് എന്ന് പറയാൻ കാരണം മുതുകിൽ നിന്നാണ് ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ അന്ധവിശ്വാസമായിരുന്നു അള്ളാഹുവിന് ആ കാര്യത്തിലുണ്ടായിരുന്നത്. അപ്പം മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, മനുഷ്യ ശരീരത്തിൻ്റെ അനാട്ടമി എന്താണ്, ഫിസിയോളജി എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ വിജ്ഞാനം പോലും ഈ ഖുർആൻ അവതരിപ്പിച്ച പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ 2 തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച 2 ആയത്തുകളിലും കൂടെ പ്രകടമായി നിൽക്കുന്നത്. ഒന്ന്, നെഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ചിന്തയും ബുദ്ധിയും വിശ്വാസവും ഒക്കെ. അതുപോലെ തന്നെ മുതുകിൽ നിന്നാണ് ബീജം പുറപ്പെടുന്നത്. ഈ 2 അന്ധവിശ്വാസവും. അപ്പോൾ അള്ളാഹു ആരാണ് എന്നതിന് കൂടുതൽ ദൃഷ്ടാന്തമൊന്നും തേടി നമ്മൾ പോകേണ്ട കാര്യമില്ല എന്നാണ് അനുബന്ധമായിട്ട് പറയാനുള്ളത്. ഇനി ഈ കരാറിൽ എന്താണ് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള വ്യവസ്ഥകൾ? ഇവിടെ അള്ളാഹു ഇങ്ങോട്ട് പറയുന്നത് ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്നിപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നാണോ? അത് ഞങ്ങൾക്ക് ബോധ്യമായി, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് നമ്മളൊക്കെ അന്ന് പറഞ്ഞത്. നമ്മളൊക്കെ അന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഓർക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എങ്ങനെ ചങ്ങായിമാരെ നമ്മൾ ഓർക്കുക? നമുക്കിപ്പോൾ ഓർമ്മ ഉണ്ടോ? അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്കാർക്കും തീരെ അറിവിലും നമ്മുടെ അറിവിലും നമ്മുടെ ഓർമ്മയിലും ഇല്ലാത്തൊരു കാര്യം നമ്മൾ ഓർക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത്? ഇതൊക്കെ പറഞ്ഞതാരാണ്? ഇതൊക്കെ മുഹമ്മദ് ബഡായി ആയിട്ട് പറഞ്ഞതാണ്. ആരോട്? 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട്. മുഹമ്മദ് പറഞ്ഞത് നമ്മൾ ഓർക്കണം. മുഹമ്മദ് പറഞ്ഞതായിട്ടല്ല, അന്ന് നടന്നതായിട്ട് നമ്മൾ ഓർക്കണം എന്നാണ് ഈ പറയുന്നത്. മുഹമ്മദ് ഈ പറഞ്ഞത് സത്യമാണ് എന്നതിന് എന്താണ് തെളിവ്? അത് സത്യമാണെന്ന് മുഹമ്മദ് പറഞ്ഞു. അതൊക്കെ അള്ളാഹു പറയുന്നതാണ് എന്നതിന് എന്താണ് തെളിവ്? അങ്ങനെയാണെന്ന് മുഹമ്മദ് പറഞ്ഞു. ഇങ്ങനെ മുഹമ്മദ് പറഞ്ഞതല്ലാത്ത യാതൊരു തെളിവുമില്ലാത്ത ഒരു കാര്യം ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് ഓർക്കാൻ പറയുകയാണ് അള്ളാഹു. എന്തായാലും ഇനി ആ കരാറിലെ വ്യവസ്ഥ എന്താണ്? അള്ളാഹു രക്ഷിതാവാണ് എന്ന് നമ്മളൊക്കെ അന്ന് സമ്മതിച്ചതാണ് നേരിട്ട് കണ്ടപ്പോൾ. പിന്നെ അള്ളാഹു ഒളിവിൽ പോയിട്ട് പഴയ കണ്ട കാഴ്ച ഓർമ്മ പോലും ഇല്ലാത്ത നമ്മളോട് പിന്നെ അള്ളാഹു അത് ഓർക്കാൻ പറയുകയാണ് ഇവിടെ. എന്താണ് അള്ളാഹു ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? അള്ളാഹു ആണ് രക്ഷിതാവ് എന്ന് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുകയും അള്ളാഹുവിന് നമ്മൾ ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ, ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിമപ്പണി ചെയ്യുകയും ചെയ്താൽ, അള്ളാഹു എന്താണോ പറയുന്നത് അതനുസരിക്കുക, അടിമകളെ പോലെ, അതാണ് ഇബാദത്ത്. അങ്ങനെ ചെയ്യുകയും ചെയ്താൽ നമുക്ക് അള്ളാഹു പരലോകത്ത് കള്ളും പെണ്ണും തരാമെന്നാണ് വാഗ്ദാനം എന്നാണ് മുഹമ്മദ് പറഞ്ഞതായിട്ട് ഈ ഖുർആനിലും ഹദീസിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആയത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്ന്. എന്താണ് ആ അനുഗ്രഹങ്ങൾ? ആ അനുഗ്രഹങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരും വ്യാഖ്യാതാക്കളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമാണ് എന്നാണ് കൂറ്റനാടിൻ്റെ തഫ്സീറിൽ പറയുന്നത്. കുറേ വ്യാഖ്യാതാക്കൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ റാസിയുടെ തഫ്സീറിൽ പറയുന്നത് അത് നമ്മുടെ ബുദ്ധി, ആരോഗ്യം, ആയുസ്, നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഈ അനുഗ്രഹം അള്ളാഹു ഇങ്ങോട്ട് തന്നതിന് പകരമായിട്ട് നമ്മൾ അള്ളാഹുവിന് അങ്ങോട്ട് ഇബാദത്ത് ചെയ്തു കൊടുക്കണം. ഇതാണ് കരാറ്, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള കരാറ്. ഇങ്ങനെയാണ് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ. അങ്ങനെയാണെങ്കിൽ കരാറ് അങ്ങോട്ട് പാലിക്കണമെങ്കിൽ കരാർ ഇങ്ങോട്ടും പാലിക്കണമല്ലോ. കരാർ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങോട്ട് എന്താണോ വാഗ്ദാനം ചെയ്തത് അത് ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴേ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തത് അങ്ങോട്ടും കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ അള്ളാഹു ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളുമായിട്ട് എന്നും അള്ളാഹുവാണ് നമ്മുടെ രക്ഷിതാവ് എന്നതിനും നമ്മുടെ മുമ്പിൽ മുഹമ്മദ് പറഞ്ഞ ബഡായിക്കപ്പുറം യാതൊരു തെളിവുമില്ല. അപ്പോൾ ഈ മുഹമ്മദ് പറയുന്ന ബഡായി അള്ളാഹുവിൻ്റെ ബഡായി ആണ് എന്നതിനാണ് നമുക്ക് തെളിവ് വേണ്ടത്. ആ തെളിവ് നമുക്ക് ഇല്ലയെന്ന് മാത്രമല്ല, അത് 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യൻ്റെ വിവരക്കേടുകളാണ് ഈ ബഡായിലുള്ളത് എങ്കിൽ അത് പ്രപഞ്ചസൃഷ്ടാവായ ഒരു ദൈവം പറഞ്ഞതാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ മനുഷ്യൻ്റെ തൊള്ളിൽ കൂടെ വന്ന ഈ വാക്യങ്ങൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന്, ആ മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് വന്നതാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നെഞ്ചിൻ്റെ ഉള്ളിലൂടെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് എന്നും മുതുകിൽ നിന്നാണ് ബീജം പുറപ്പെടുന്നത് എന്നും പറയുന്നതോടുകൂടി തന്നെ ഈ ബഡായി പറയുന്ന ആൾ പ്രപഞ്ചസൃഷ്ടാവായ പടച്ചോനല്ല, 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യനാണെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ കൂടെ
ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ലോജിക്കലായിട്ടുള്ള തെളിവുകൾ നമ്മൾ പരിശോധിച്ചാലും ഈ ബഡായിയൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ യാതൊരു തെളിവുമില്ലാതെ ഏതോ കാലത്ത് ആരോടോ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഈ അള്ളാഹു എന്തിനാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് തെളിവ് കാണിച്ചതിന് ശേഷം ആ തെളിവ് ഓർമ്മ പോലും ഇല്ലാതെ നമ്മളെ ജനിപ്പിച്ചതിന് ശേഷം ഒളിവിൽ പോയത്? എന്നാൽ പിന്നെ ആ അള്ളാഹു ആണ് രക്ഷിതാവ് എന്നതിന് നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായ തെളിവുകൾ തന്നൂടെ? അതല്ലെങ്കിൽ ഇങ്ങനത്തെ ബഡായുമായിട്ട് മനുഷ്യന്മാരിങ്ങനെ വെളിച്ചപ്പാടും കൊണ്ട് വരുമ്പോൾ ആ വെളിച്ചപ്പാടുകൾക്ക് സാധാരണ നാട്ടിലുള്ള വ്യാജ വെളിച്ചപ്പാടുകളിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം പ്രകടിപ്പിച്ചുകൊണ്ടെങ്കിലും ഒരു തെളിവ് തരണ്ടേ? അതൊന്നും എവിടെയും കാണാനുമില്ല. അപ്പോൾ പിന്നെ ഈ കരാറിന് എന്താണ് അടിസ്ഥാനം? ഈ കരാറിന് മുഹമ്മദൻ ബഡായിക്ക് അപ്പുറത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി ഈ കരാറ് അള്ളാഹു പാലിക്കുന്നുണ്ടോ? അതുമാണല്ലോ പരിശോധിക്കുക. അള്ളാഹു ആണ് രക്ഷിതാവ് എന്ന് പറഞ്ഞ് ഒളിവിൽ പോയി, അതവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങളിൽ അള്ളാഹു ഈ കരാറ് പാലിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നതിനാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത്, നന്ദി കാണിക്കേണ്ടത്, നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നാണ് ഈ കരാറിൻ്റെ ഭാഗമായിട്ട് അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ അള്ളാഹു മനുഷ്യർക്ക് എന്ത് അനുഗ്രഹമാണ് തന്നിട്ടുള്ളത്? അനുഗ്രഹം മാത്രമാണോ തന്നിട്ടുള്ളത്? ഇവിടെ റാസി എഴുതി വെച്ചതാണ് അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും, കൂറ്റനാട് എഴുതി വെച്ച ഇസ്ലാമാണ് അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ആ രണ്ട് സാധനവും എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഇസ്ലാം എല്ലാവർക്കും കിട്ടുന്നൊരു സാഹചര്യം ഒരുപോലെയാണോ ഈ ലോകത്തുള്ളത്? ഇസ്ലാം സത്യമാണെങ്കിൽ ആ സത്യം മനസ്സിലാക്കി ആ സത്യത്തിൽ വിശ്വസിക്കുന്ന എത്ര ശതമാനം ആളുകളാണ് ലോകത്ത് മുഹമ്മദിന് ശേഷം ഇന്നുവരെ ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളത്? ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ എത്ര ശതമാനം പേരാണ് ഈ ഇസ്ലാമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ട് അത് വിശ്വസിക്കുന്നവരുള്ളത്? മഹാഭൂരിപക്ഷം മനുഷ്യരും എല്ലാ കാലത്തും ഇതിന് പുറത്തുള്ളവരാണ്. എന്തുകൊണ്ടാണ് അവരൊക്കെ ഈ അനുഗ്രഹം കിട്ടാതെ പോയത്? ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്. ഈ അനുഗ്രഹം ഇസ്ലാമാണ് അനുഗ്രഹമെങ്കിൽ ഈ അനുഗ്രഹം എല്ലാവർക്കും കിട്ടാതെ പോയതിന് ആരാണ് ഉത്തരവാദി? ഇപ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചു എന്നതുകൊണ്ടാണ് നമ്മൾ കുറേ പേര്, ഞാനടക്കമുള്ള കുറേ പേര് ഇസ്ലാമിൽ വിശ്വസിച്ചു തുടങ്ങിയത്. ഇതിലെ മണ്ടത്തരങ്ങൾ ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടത്. അതവിടെ നിൽക്കട്ടെ. ഇനി ആ വിശ്വാസം നഷ്ടപ്പെടാതെ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം എന്ന അനുഗ്രഹം കിട്ടാൻ കാരണം അവർ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചു എന്നതാണ്. 99%. 1% നമുക്ക് മാറ്റിവെക്കാം. മറ്റു ഉള്ളിടത്തു നിന്നൊക്കെ പല കാരണങ്ങളാൽ ഇങ്ങോട്ട് വരുന്നവരുമുണ്ട്. അതുപോലെ ഇതിനകത്തുനിന്ന് മറ്റുള്ളവരിലേക്ക് പോകുന്നവരും തുല്യമായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പരിഗണിക്കാനേ പറ്റില്ല. ഒരു കൂട്ടർ ഒരു മതം വിശ്വസിക്കുന്നതിന് പ്രധാന കാരണം, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അതാത് സമുദായങ്ങളിൽ ജനിക്കുന്നു എന്നതാണ്. ഈ ജനിക്കുന്നത് ആ ജനിക്കുന്നവരുടെ എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിട്ടാണോ? അവിടെ ജനിക്കാതിരിക്കുന്നത് മറ്റുള്ളവരുടെ എന്തെങ്കിലും കുറ്റം കാരണമാണോ? ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ചവർ ഇസ്ലാം എന്ന അനുഗ്രഹം കിട്ടി അനുഗ്രഹത്തിൽ ജീവിച്ച് സ്വർഗത്തിൽ പോകുന്നു. ഈ മുസ്ലിം സമുദായത്തിൽ ജനിക്കാത്ത ബാക്കി വരുന്ന 80-90% മനുഷ്യർ അവരിതിൽ ജനിച്ചില്ല എന്നത് ആരുടെ കുറ്റമാണ്? നിങ്ങൾക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു എന്ന് പറയുന്ന അള്ളാഹുവാണ് അവരെയൊക്കെ മറ്റു സമുദായങ്ങളിൽ ജനിപ്പിക്കുന്നതെങ്കിൽ ഈ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം അള്ളാഹു കൊടുക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ജനനം കൊണ്ടാണ് ഓരോരുത്തരും ഓരോ മതം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തു മതത്തിൽ ജനിക്കുന്ന ഒരാൾ ആ ക്രിസ്തു മതമാണ് സത്യം, അവരുടെ യേശു ക്രിസ്തുവാണ് ദൈവം എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ജീവിച്ചു മരിച്ചു പോകുന്നത്. അതിൽ വിശ്വസിച്ചില്ല എങ്കിൽ വഴി പഴച്ചു പോയി എന്നും നരകത്തിൽ പോയി എന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. അവരങ്ങനെ വിശ്വസിക്കാൻ കാരണം അവരൊക്കെ ആ കുടുംബങ്ങളിൽ ജനിച്ചു, ആ സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ടാണ്. ആരാണ് അവരെ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിപ്പിച്ചത്? ആ ജനിച്ചവരാണോ? അവരുടെ ആഗ്രഹപ്രകാരമാണോ അവിടെ ജനിച്ചത്? അല്ല. ആരാണ് ജനിപ്പിച്ചത്? എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഇവിടെ ബഡായി പറയുന്ന അള്ളാഹു തന്നെയാണ് ഒരുപാട് മനുഷ്യന്മാരെ ക്രിസ്ത്യാനികളായിട്ടും ജൂതന്മാരായിട്ടും ഹിന്ദുക്കളായിട്ടും ബുദ്ധമതക്കാരായിട്ടും മറ്റു പല മതക്കാരായിട്ടും ലോകത്തിൻ്റെ പല ഭാഗത്തും ജനിപ്പിക്കുന്നത്. എന്നിട്ട് ഇസ്ലാമിൽ ജനിക്കൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുന്നത് വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം അള്ളാഹു വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ?
എല്ലാവർക്കും തുല്യമായ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ മനുഷ്യനെ ഈ കാര്യത്തിൽ ഉത്തരവാദികളായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ, ശിക്ഷിക്കാൻ പറ്റുള്ളൂ. നീതിമാനാണ് ഒരു ദൈവമെങ്കിൽ എല്ലാവർക്കും തുല്യ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ. എന്നാൽ മുസ്ലിമായി ജനിക്കുന്നവർക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലും അല്ലാത്ത സമുദായങ്ങളിൽ ജനിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത വളരെ വളരെ വിരളവുമാണ് എന്നത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിന് ഈ മനുഷ്യർ ഉത്തരവാദികളല്ല. നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചു എന്നത് നമ്മളുടെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ അല്ല, യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്. മറ്റനേകം പേര് മുസ്ലിങ്ങളല്ലാതെ ജനിക്കുന്നു എന്നത് അവരുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കുഴപ്പം കൊണ്ടോ അല്ല, യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്. അതിൻ്റെ എല്ലാം ഉത്തരവാദി, ആരെവിടെ ജനിക്കണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഉത്തരവാദി അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹു മനുഷ്യരോട് നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം തന്നിരിക്കുന്നു എന്ന് ബടായി പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത്, എന്ത് യുക്തിയാണുള്ളത്? അവിടെ തന്നെ അള്ളാഹു വലിയ അനീതി പ്രവർത്തിക്കുകയും വലിയ വിവേചനം കാണിക്കുകയും പക്ഷഭേദം കാണിക്കുകയും ചെയ്തിരിക്കുന്നു സ്വന്തം സൃഷ്ടികളോട് എന്നാണ് വ്യക്തമാകുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇസ്ലാമാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിലാണ് ഈ പറഞ്ഞ കുഴപ്പം. ഇനി റാസിയുടെ തഫ്സീറിൽ എഴുതി വെച്ചതുപോലെ മനുഷ്യൻ്റെ ആരോഗ്യവും ബുദ്ധിയും ജീവിതവും ഒക്കെയാണ്, ആരോഗ്യം, ബുദ്ധി, ജീവിതം, ആയുസ് ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമെങ്കിൽ ആ അനുഗ്രഹം അള്ളാഹു എല്ലാവർക്കും ഒരുപോലെയാണോ കൊടുത്തിട്ടുള്ളത്? അല്ല. അള്ളാഹു ബുദ്ധിയില്ലാത്ത എത്രയോ മനുഷ്യരെ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അരബുദ്ധിയുള്ള മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നുണ്ട്. അതിബുദ്ധിമാന്മാരായ ആളുകളെ സൃഷ്ടിക്കുന്നുണ്ട്. തനി മന്ദബുദ്ധികളായിട്ട് ബുദ്ധി ഒരു പൂച്ചക്കോ പട്ടിക്കുള്ള അത്ര പോലും ബുദ്ധിയില്ലാതെ ജനിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ആ മനുഷ്യർക്കൊക്കെ അള്ളാഹു എന്ത് അനുഗ്രഹമാണ് കൊടുത്തത്? അവിടെ അള്ളാഹു അനുഗ്രഹമല്ലല്ലോ കൊടുക്കുന്നത്, അള്ളാഹുവിൻ്റെ നിഗ്രഹമല്ലേ, അള്ളാഹുവിൻ്റെ ക്രൂരവിനോദമല്ലേ അത്? ആ അള്ളാഹുവിന് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പൊതുവിൽ പറയാൻ എന്താ അർഹതയുള്ളത്? ബുദ്ധിയുടെ കാര്യത്തിൽ പോലും എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അല്ല അള്ളാഹു കൊടുത്തിട്ടുള്ളത് എങ്കിൽ പിന്നെ ആ അള്ളാഹു അനുഗ്രഹം തന്നു എന്ന് പൊതുവിൽ പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത്? ഇനി ആയുസ്സിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ ആയുസ്സാണോ അള്ളാഹു കൊടുക്കുന്നത്? മനുഷ്യൻ്റെ ആയുസ്സൊക്കെ നിശ്ചയിക്കുന്നത് അള്ളാഹു ആണെന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിധിയാണെല്ലാം. മനുഷ്യർക്ക് ആയുസ് നിശ്ചയിക്കുന്നത് അള്ളാഹു ആണെങ്കിൽ ഇപ്പോൾ 100 വയസ്സ് കഴിഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പല രാജ്യങ്ങളിൽ. ഇപ്പോൾ ജപ്പാനിലൊക്കെ 10,000 ആളുകൾ 100 വയസ്സ് കഴിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ വോട്ടർ ലിസ്റ്റ് ഇന്നലെ വന്നപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ 5000-ൽ പരം ആളുകൾ 100 വയസ്സ് കഴിഞ്ഞവരുണ്ട് എന്നാണ് കണക്ക് പറഞ്ഞു. അത്രയും ആയുസ് കൊടുക്കുന്നു കുറച്ച് ആൾക്കാർക്ക്. എന്നാൽ കുട്ടികളായി ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നവരുണ്ട്. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ജനിക്കാനുള്ള ഭാഗ്യം പോലും ലഭിക്കാതെ മരിച്ചു പോകുന്നവരുണ്ട്. ജനിച്ച് ശൈശവകാലം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ധാരാളം കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ ശാസ്ത്രീയമായ അറിവ് കാരണം അതിൻ്റെയൊക്കെ എണ്ണം പരമാവധി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിയായ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒന്നും ഇല്ലാത്ത സമൂഹങ്ങളിൽ ശിശുമരണ നിരക്ക് വളരെ കൂടുതലാണ്. കൗമാരപ്രായത്തിൽ മരിച്ചു പോകുന്നവരുണ്ട്, യൗവനം തീരുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നവരുണ്ട്, ജീവിതത്തിൻ്റെ പകുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നവരുണ്ട്. ഇങ്ങനെ പല കാലങ്ങളിൽ പല പ്രായങ്ങളിലായിട്ട് മരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ ആയുസ്സിൻ്റെ കാര്യത്തിലും അള്ളാഹു എല്ലാവർക്കും തുല്യ അനുഗ്രഹമല്ല കൊടുത്തിട്ടുള്ളത്, തുല്യ ഓപ്പർച്യൂണിറ്റി അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പൊതുവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുക? ഇനി ആരോഗ്യത്തിൻ്റെ കാര്യം, ഇപ്പോൾ ബുദ്ധിയുടെ കാര്യം പറഞ്ഞു, ആയുസ്സിൻ്റെ കാര്യം പറഞ്ഞു, ആരോഗ്യത്തിൻ്റെ കാര്യം എടുത്തോളൂ. ജനിക്കുമ്പോൾ തന്നെ 2 തല ഒട്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജനിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പലതരത്തിലുള്ള അതിഗുരുതരമായ വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നരകിച്ച് ജീവിച്ച് മരിക്കേണ്ടി വരുന്ന എത്രയോ മനുഷ്യരുണ്ട്. കണ്ണ് കാണാതെ ജീവിക്കുന്നവർ എത്രയോ 4-5% മനുഷ്യർ ലോകത്ത്. ചെവി കേൾക്കാൻ പറ്റാതെ ജീവിക്കുന്നവർ, കാലില്ലാതെ ജീവിക്കുന്നവർ, കൈയില്ലാതെ ജീവിക്കുന്നവർ, ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ, ഇങ്ങനെ ജന്മനാ തന്നെ ഒരു മനുഷ്യൻ്റെ ശരാശരി ആരോഗ്യസ്ഥിതി ഇല്ലാതെ പലതരത്തിലുള്ള വൈകല്യങ്ങളോടുകൂടിയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോടുകൂടിയും ജനിക്കുന്നവർ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ലോകത്ത്. അപ്പോൾ ആയുസ്സിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ബുദ്ധിയുടെ കാര്യത്തിലും ഒന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ലാത്ത ഈ മനുഷ്യരൊക്കെ അള്ളാഹു എന്തിന് സൃഷ്ടിച്ചു? ആരെ അനുഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു?
ഇത് അനുഗ്രഹമല്ല, ഇതൊക്കെ ക്രൂരതയാണ്, നിഗ്രഹമാണ്, ക്രൂരതയാണ്. ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ എങ്ങനെയാണ് ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ഒക്കെ തന്ന അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നു എന്ന് പറയാൻ അള്ളാഹുവിന് എന്ത് യോഗ്യതയാണുള്ളത്, എന്ത് അർഹതയാണുള്ളത്? സ്വന്തം സൃഷ്ടികളെ ഈ രീതിയിൽ വിവേചനങ്ങൾ കാണിക്കുകയും കുറേ മനുഷ്യരോട് ക്രൂരത കാണിക്കുകയും കുറേ മനുഷ്യരെ അള്ളാഹു ഉദ്ദേശിച്ച അതേ സ്ഥലത്ത് ജനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മതം സ്വീകരിക്കാനുള്ള അർഹത നേടിക്കൊടുക്കുകയും മറ്റനേകം പേരെ, മഹാഭൂരിപക്ഷം പേരെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ജനിപ്പിക്കാതെ അവരുടേതല്ലാത്ത കുറ്റത്തിന് അവരൊക്കെ മറ്റു മതങ്ങളിൽ മറ്റ് കഥകളിലും വിശ്വസിച്ച് ജീവിക്കാൻ ഇടവരുത്തുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ അവരെയൊക്കെ പിടിച്ചുകൊണ്ടിട്ട് വലിയൊരു നരകക്കൊണ്ട് നിറക്കുകയും ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന ഇയാൾ എന്ത് തരം അനുഗ്രഹത്തിൻ്റെ കരാറുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്? അപ്പോൾ അള്ളാഹു അനുഗ്രഹം തന്നു എന്ന് ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാറ് അള്ളാഹു പാലിച്ചിട്ടില്ല. അള്ളാഹു ഒരു 10% പോലും പാലിച്ചിട്ടില്ല. നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ തരാം എന്നാണ് അള്ളാഹുവും നമ്മളും തമ്മിലുണ്ടായിരുന്ന കരാറിൽ അള്ളാഹുവിൻ്റെ പക്ഷത്തു നിന്നുള്ള വാഗ്ദാനമെങ്കിൽ ആ വാഗ്ദാനം അള്ളാഹു പാലിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ആ അള്ളാഹുവിന് പിന്നെ നമ്മൾ ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് അടിമപ്പണി ചെയ്യണമെന്നും പറഞ്ഞു വന്നാൽ ഒരു തെളിവുമില്ലാത്ത ഒളിവ് ജീവിതം നയിക്കുന്ന അള്ളാഹുവിന് ആരോ പണ്ട് എന്തോ ബടായി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇബാദത്ത് ചെയ്യാൻ നടക്കുന്നതിൽ പരം മണ്ടത്തരം വേറെ എന്താ ഉള്ളത്? നമ്മുടെ ജീവിതം വെറുതെ നമ്മൾ പാഴാക്കുക എന്നല്ലാതെ എന്താണ് അതിന് അർത്ഥമുള്ളത്? ഇതൊക്കെ അള്ളാഹു പറഞ്ഞതും ചെയ്യുന്നതുമാണെങ്കിൽ അള്ളാഹു ഒരു കൊടും ക്രൂരനായ ക്രൂരവിനോദക്കാരനായ ഒരു സൈക്കോപാത്ത് മാത്രമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു മനുഷ്യരെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വലിയൊരു നരക കൊണ്ടുണ്ടാക്കി വെച്ചിട്ട് അവിടെ പോയിട്ട് നിനക്ക് ഞാൻ നിൻ്റെ പള്ള നിറച്ച് തരാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഒറിജിനൽ കരാറ് ഈ നരകവുമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മളുമായിട്ടല്ല. നമ്മളെ ചതിക്കുകയാണ് അള്ളാഹു ചെയ്തത്. അള്ളാഹു ഇങ്ങോട്ട് നമ്മളോട് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് അള്ളാഹു നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചതിക്കരാറ് നരകവുമായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നരകം നിറക്കാൻ വേണ്ടി നമ്മളെല്ലാവരെയും ചതിക്കുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ കഥയിലൂടെ പഠിപ്പിക്കുന്നത്. മനോരോഗിയായ ഒരാളുടെ, മാനസികാരോഗ്യമില്ലാത്ത ഒരാളുടെ വികൃതമായ ഭാവനയിൽ നിന്നുടലെടുത്ത ഒരു കഥയും കഥാപാത്രവുമല്ലാതെ മറ്റൊന്നുമല്ല ഈ അള്ളാഹു എന്നതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞതെല്ലാം. എന്നിട്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു, നമ്മൾ ഇബാദത്ത് ചെയ്യണം, നമ്മളത് ഓർത്തുകൊണ്ടിരിക്കണം. ഏതോർത്തുകൊണ്ടിരിക്കണം? നമ്മുടെ ഓർമ്മയിലില്ലാത്ത, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത, നമ്മുടെ ഓർമ്മയിൽ അശേഷമില്ലാത്ത ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കണം എന്ന് നമ്മളോട് പറയാൻ ലജ്ജയില്ലേ ഈ ദൈവത്തിന്? അങ്ങനെ ഒരു കരാറ് നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുമായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ബടായി ആയിട്ടാണോ വന്ന് പറയേണ്ടത്? ആ കരാറ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓർമ്മകളായിട്ട് ഇവിടെ നിലനിൽക്കണ്ടേ? നമ്മളിപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മൾ ജീവിതത്തിൽ ചെയ്ത പല കാര്യങ്ങളും, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിനകത്ത് ഓർമ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അള്ളാഹുവുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറല്ലേ നമ്മുടെ ഓർമ്മയിൽ ആദ്യം തെളിഞ്ഞു വരേണ്ടത്? അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ക്രൂര വിനോദം വേറെന്താ ഉള്ളത്? അതിൽ പരം മണ്ടത്തരം വേറെന്താ ഉള്ളത്? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കരാറെങ്കിൽ, അതല്ല മുഹമ്മദും അന്നത്തെ സഹാബികളും തമ്മിൽ വാളെടുത്ത് വെട്ടാനുള്ള കരാറാണെങ്കിൽ ആ കരാറ് നമ്മളോട് വിളിച്ച് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമുക്കെന്ത് കരാറാണുള്ളത്? നമ്മൾ അള്ളാഹുവിനും വേണ്ടിയിട്ട് ആരുടെയെങ്കിലും കഴുത്തു വെട്ടാം എന്ന് ആരോടെങ്കിലും കരാർ ഒപ്പിട്ടിട്ടുണ്ടോ? നമ്മൾ ആരോടും കരാർ ഒപ്പിട്ടിട്ടില്ല. പിന്നെ എന്ത് കരാറിനെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്? എന്ത് അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്? റാസി എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിഅമത്തുള്ള എന്നാണ് പറഞ്ഞത്. നിഅമത്തുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്നല്ല. ഇവിടെ അനുഗ്രഹങ്ങളുടെ സംഖ്യയല്ല, പ്രത്യുത ഇനമാണ് ഉദ്ദേശ്യമെന്നത് ആണ് കാരണം. അള്ളാഹുവിന് മാത്രം നൽകാൻ കഴിയുന്നതാണ് ഈ അനുഗ്രഹം. ജീവിതം, ആരോഗ്യം, ബുദ്ധി, മാർഗദർശനം, ആപത്തുകളിൽ നിന്നുള്ള പരിരക്ഷ, എല്ലാതരം ഇഹപര നന്മകളിലേക്കും എത്തിക്കുക എന്നീ കാര്യങ്ങൾ മറ്റാർക്കാണ് നൽകാൻ കഴിയുക? അപ്പോൾ നോക്കൂ, ആരോഗ്യവും ബുദ്ധിയും മാർഗദർശനവും ആപത്തുകളിൽ നിന്നുള്ള പരിരക്ഷയും ഇതൊക്കെ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. എവിടെയാണ് അള്ളാഹു മാർഗദർശനം തന്നത് നമുക്ക്? ഈ ബടായി കിതാബാണോ മാർഗദർശനം? ഈ കിതാബ് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് എന്നതിന് എന്താണ് തെളിവ്? അതല്ല എന്നതിൻ്റെ തെളിവുകൾ ഈ വാക്യങ്ങളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വാക്യങ്ങളിൽ പോലും ഉണ്ട്. ഇപ്പോൾ ഞാൻ വായിച്ച 2 വാക്യങ്ങളിൽ പോലും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതെവിടെ അള്ളാഹുവിൻ്റെ മാർഗദർശനം?
ഇനി ആണെങ്കിൽ തന്നെ എത്ര ശതമാനം ആളുകൾക്കാണ് അള്ളാഹു ഈ മാർഗദർശനം കൊടുത്തത്? അള്ളാഹു ഹിദായത്ത് കൊടുത്തവർക്ക് മാത്രമേ ഈ മാർഗദർശനം കിട്ടുള്ളൂ എന്ന് പറയുന്നത്. എത്ര ശതമാനം ആളുകൾക്കാണ് ഹിദായത്ത് കൊടുത്തത്? അപ്പോൾ ഒരു 10-15% ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുകയും ബാക്കി 80-85-90% ആളുകളെ ഹിദായത്ത് കൊടുക്കാതെ മറ്റു പല സാഹചര്യങ്ങളിൽ ജനിപ്പിക്കുകയും ചെയ്തിട്ട് അവരുടേതല്ലാത്ത കുറ്റത്തിന് അവരെ പിടിച്ച് നിറയ്ക്കാൻ നരകമുണ്ടാക്കി വെച്ചിട്ട് ആ നരകവുമായിട്ട് കരാറുറപ്പിച്ച് കാത്തിരിക്കുകയാണ് അള്ളാഹു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ എത്രമാത്രം അനുഗ്രഹീതനാണ് അള്ളാഹു എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആപത്തുകളിൽ നിന്നുള്ള പരിരക്ഷ അള്ളാഹു ഇവിടെ നമുക്ക് അന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് റാസി പറഞ്ഞു തരുന്നത്. ആപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കുന്നുണ്ടോ? എന്തിനാണ് ആപത്തുകൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചത്? എന്തെല്ലാം ആപത്തുകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റേതല്ലാത്ത കാരണത്താൽ? പ്രകൃതി ദുരന്തങ്ങളിൽ എത്ര മനുഷ്യരാണ് മരിച്ചു പോകുന്നത്? ഭൂകമ്പങ്ങളുണ്ടായി, സുനാമി ഉണ്ടായി, കൊടുങ്കാറ്റടിച്ച് വെള്ളപ്പൊക്കമുണ്ടായി, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കുമ്പോൾ അള്ളാഹു ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അതോ മനുഷ്യർക്ക് ആപത്ത് വരുത്തി മനുഷ്യരെ നിഗ്രഹിക്കുകയാണോ ചെയ്യുന്നത്? മനുഷ്യർക്ക് രോഗങ്ങൾ പരത്തി. പണ്ടുകാലത്തൊക്കെ പ്ലേഗും വസൂരിയും പോലുള്ള മാരകമായ പകർച്ചവ്യാധികൾ വന്ന് കൂട്ടത്തോടെ മനുഷ്യർ ചത്തൊടുങ്ങിയായിരുന്നു. അതൊക്കെ മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് കുറേ പരിഹാരം കണ്ടതുകൊണ്ട് കുറേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. എന്നാലും നമ്മൾ എന്തെല്ലാം തരം രോഗങ്ങൾ വന്നിട്ടാണ് നമ്മൾ ആപത്തുകളിൽ അകപ്പെടുന്നത്. ഈ രോഗങ്ങളൊക്കെ വരുന്നത് അള്ളാഹു സൃഷ്ടിച്ച രോഗാണുക്കൾ മൂലവും അള്ളാഹു സൃഷ്ടിച്ച മറ്റു പല വസ്തുക്കൾ മൂലവുമാണ്. എത്ര വിഷജന്തുക്കളെയാണ് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ആ വിഷജന്തുക്കളുടെ കടിയേറ്റ് എത്ര മനുഷ്യരാണ് ഇവിടെ മരിക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണമേറ്റും എത്ര മനുഷ്യർ ഇവിടെ മരിക്കുന്നു. മൃഗങ്ങളുടെ ലോകത്തേക്ക് പോയാൽ അവിടെ എന്തൊരു ക്രൂരതയാണ് നമ്മൾ കാണുന്നത്. എവിടെയാണ് ഒരു നീതിമാനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ കഴിയുന്നത്? എവിടെയുമില്ല. എല്ലായിടത്തും അനുഗ്രഹങ്ങളും നിഗ്രഹങ്ങളും ഒരേ അളവിലാണ് കാണുന്നത്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളുടെ പേരിൽ ഒരാൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ടെങ്കിൽ, ഒരാളെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ടെങ്കിൽ, അതേ ആൾ തന്നെ നമ്മളെ ഉപദ്രവിക്കുന്നതിന് അയാളെ നമ്മൾ തെറി വിളിക്കുകയാണോ ശപിക്കുകയാണോ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്? ഇത് രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഭൗതികവാദിയുടെ വീക്ഷണത്തിൽ പ്രകൃതിയിൽ അങ്ങനെ മനുഷ്യനെപ്പോലെ നീതിബോധമോ അല്ലെങ്കിൽ മനുഷ്യനെപ്പോലെ ചിന്തിക്കാൻ കഴിവോ ഉള്ള ഒരു വ്യക്തിയാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നേയില്ല. അതുകൊണ്ട് തന്നെ യാദൃച്ഛികമായ പദാർത്ഥങ്ങളുടെ പരിണാമത്തിലൂടെ സംഭവിച്ചതാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ കുഴപ്പങ്ങളും ഇവിടെ സംഭവിക്കുന്നത്. ജന്മന മനുഷ്യരിലും മറ്റ് ജീവികളിലുമൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. രോഗമുണ്ടാവുന്നത് അതുകൊണ്ടാണ്. ജന്തുക്കൾ പരസ്പരം കടിച്ച് കീറിക്കൊന്ന് ജീവിക്കേണ്ടി വരുന്നത് യാദൃച്ഛികമായി സംഭവിച്ച പരിണാമത്തിലൂടെ ഉണ്ടായതാണ് എന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് നീതിമാനായ ഒരു ദൈവം എല്ലാം നിയന്ത്രിക്കുകയും എല്ലാം സൃഷ്ടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും ഇതുപോലെ നിഗ്രഹങ്ങൾ നിറഞ്ഞ, ക്രൂരത നിറഞ്ഞ, നന്മ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ പേരിൽ നന്ദി ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ദൈവത്തിന് ആ ദൈവം ചെയ്ത കൊടും ക്രൂരതകൾക്കും തിന്മകൾക്കും പകരം നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ ആ കരാർ ഉറപ്പിക്കാൻ വരുമ്പോൾ തന്നെ ഇങ്ങോട്ടും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കരാർ ഉറപ്പിക്കുക. അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് പറയുന്നത് മാത്രമല്ലല്ലോ കരാറ് എന്ന് പറയുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ അള്ളാഹു ഇങ്ങോട്ട് വെച്ച കരാറിനനുസരിച്ചുള്ള വ്യവസ്ഥകൾ അള്ളാഹു പാലിച്ചിട്ടുണ്ടോ? എത്ര ശതമാനം പാലിച്ചിട്ടുണ്ട്? 90% പാലിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ, ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുകയാണെങ്കിലും 90% ആളുകളോടും അള്ളാഹു അനുഗ്രഹം പാലിച്ചിട്ടില്ല. കാരണം ഇസ്ലാം ആകുന്നത് മുസ്ലിം സമുദായത്തിൽ ജനിക്കുന്ന ആളുകൾ മാത്രമാണ്. അല്ലാത്തവർക്ക് ഇസ്ലാം ആവാൻ യാതൊരു സാധ്യതയും സ്വാഭാവികമായില്ല. കാരണം അവർ ജനിച്ചു വളർന്ന മതത്തിലുള്ള വിശ്വാസങ്ങൾക്കും കഥകൾക്കും ഇല്ലാത്ത എന്തെങ്കിലും സവിശേഷത ഈ കഥയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഉപകരണം പോലും അവരുടെ കയ്യിലില്ല. മനുഷ്യർക്ക് അത്തരം കമ്പാരിസൺ നടത്താൻ, അത്തരത്തിലുള്ള താരതമ്യ പഠനം നടത്താൻ ആകെ കൂടി മനുഷ്യൻ്റെ കയ്യിലുള്ള ഉപകരണം മനുഷ്യൻ്റെ ബുദ്ധിയാണ്, മനുഷ്യൻ്റെ യുക്തിയാണ്. ആ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബൈബിൾ വായിച്ചാലും ഖുർആൻ വായിച്ചാലും മറ്റേത് വായിച്ചാലും ആ മതം പഠിച്ചാലും ഈ മതം പഠിച്ചാലും ഇതൊക്കെ മണ്ടത്തരമാണ് എന്ന് തോന്നുന്നല്ലാതെ ഇതിൽ ഏതാണ് മെച്ചപ്പെട്ടത് എന്ന് തീരുമാനിക്കാനേ കഴിയില്ല. അങ്ങനെ തീരുമാനിക്കാൻ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ പോലും ആ തീരുമാനത്തിൽ ഒരിക്കലും ഇസ്ലാം പോലുള്ള ഒരു കഥ ഒന്നാം സ്ഥാനത്ത് ഒരിക്കലും വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ
ഈ ഇസ്ലാമാണ് അനുഗ്രഹം എന്ന് പറയുന്നതിൽ പരം മണ്ടത്തരം വേറെ എന്താ ഉള്ളത്? ആണെങ്കിൽ ആ അനുഗ്രഹം എത്ര ശതമാനം ആളുകൾക്കാണ് കിട്ടിയത്? ബാക്കിയുള്ളവരൊക്കെ എന്ത് കുഴപ്പത്തിൻ്റെ പേരിൽ, എന്ത് തെറ്റിൻ്റെ പേരിലാണ് ഈ മതത്തിൽ വന്ന് പറക്കാതെ പോയത്? അതിൻ്റെ പേരിൽ തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് അവർ നരകത്തിൽ കിടക്കുന്നുവെങ്കിൽ ആ നരകം നിറയ്ക്കുന്ന അള്ളാഹു എന്ത് തരം കരാറും കൊണ്ടാണ് വന്നിരിക്കുന്നത്? എന്ത് നീതിയാണ്, എന്ത് അനുഗ്രഹമാണ് ആ ദൈവത്തിൻ്റെ കയ്യിൽ ഉള്ളത്? ഇനി ഏതാണ് ആ കരാർ? ഈ കരാറിനെക്കുറിച്ച് അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് റാസി പറയുന്നു. ഈ കരാറിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ ഭിന്ന അഭിപ്രായക്കാരാണ്. ഒന്ന്, ഇഷ്ടമുള്ളതും അല്ലാത്തതും അംഗീകരിക്കുമെന്ന് നബിയും അവരും തമ്മിൽ നടന്ന കരാറാണ് ഇവിടെ വിവക്ഷ. ഇഷ്ടമുള്ളതും അല്ലാത്തതും അംഗീകരിക്കുമെന്ന് നബിയും അവരും തമ്മിൽ നടന്ന കരാർ, നബിയും നബിയോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരും തമ്മിൽ നടന്ന കരാറാണ് എന്നാണ് വിവക്ഷ, ഒരു അഭിപ്രായം. ആദ്യം അൻസാറുകളുമായി നടത്തിയ കരാർ, പിന്നീട് വിശ്വാസികളോട് പൊതുവേ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നടത്തിയ കരാർ എന്നിവ ഉദാഹരണങ്ങൾ. അങ്ങനെ നബിയുമായി ഉണ്ടായ കരാറുകളെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞതാണ്. 2, ഇബ്നു അബ്ബാസ് പറയുന്നത് തൗറാത്തിലും അതിലുള്ളതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ബനു ഇസ്രായേല്യർ അള്ളാഹുവുമായി നടത്തിയ കരാറാണ് ഇവിടെ വിവക്ഷ. മുഹമ്മദിൻ്റെ ആഗമനത്തെക്കുറിച്ച് തൗറാത്തിൽ സുവിശേഷം അറിയിച്ചിട്ടുണ്ടെന്നിരിക്കെ അദ്ദേഹത്തിൽ വിശ്വസിക്കുവാൻ ബാധ്യസ്ഥരാണല്ലോ അവർ. അപ്പോൾ തൗറാത്തിൽ മുഹമ്മദ് വന്നാൽ, മുഹമ്മദ് വരുന്നതോടുകൂടി തൗറാത്തിൻ്റെ ആൾക്കാരൊക്കെ മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു പച്ചക്കള്ളം മുഹമ്മദ് അവിടെ പറഞ്ഞു. ആ പറഞ്ഞതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കരാറ് എന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ തൗറാത്തിൽ അതുണ്ടാവണം, അവരുടെ കയ്യിലുള്ള തൗറാത്തിൽ അതുണ്ടാവണം. അവർ തൗറാത്തും കൊണ്ടുവന്നപ്പോൾ മുഹമ്മദ് പറഞ്ഞത് അതൊക്കെ നിങ്ങൾ കേടുവരുത്തിയതാണെന്നാണ്. മുഹമ്മദ് അല്ല, മുഹമ്മദിൻ്റെ അള്ളാഹു പറഞ്ഞത് അതൊക്കെ നിങ്ങൾ കേടുവരുത്തിയതാണ്. അത് കേടുവരുത്തുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു? അള്ളാഹു ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടി കൊടുത്തയച്ചതാണ് തൗറാത്തെങ്കിൽ ആ തൗറാത്തിൻ്റെ അനുയായികളായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ അത് കേടുവരുത്തിയെങ്കിൽ, അത് കേടുവരുത്തുമ്പോൾ ഒരു കോപ്പി പോലും ബാക്കിയില്ലാതെ അത് കേടുവരുത്തുമ്പോൾ അള്ളാഹു കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഒരു കോപ്പിയെങ്കിലും സംരക്ഷിച്ചിട്ട് മുഹമ്മദിൻ്റെ കയ്യിൽ അള്ളാഹു അത് കൊണ്ടുവന്ന് കൊടുക്കണ്ടേ? ഇതാണ് ഒറിജിനൽ തൗറാത്ത്. ഇതിലിതാ ഇങ്ങനെ പറഞ്ഞിരിക്കണം, മുഹമ്മദ് വരും, മുഹമ്മദ് വന്നാൽ നിങ്ങളെല്ലാവരും മുഹമ്മദിൻ്റെ കൂടെ കൂടണം എന്ന് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് തൗറാത്തിൻ്റെ ഒരു ഒറിജിനൽ കോപ്പി എന്തേ അള്ളാഹു സംരക്ഷിച്ച് മുഹമ്മദിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കാതിരുന്നത്? അപ്പോൾ തൗറാത്തിൽ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മുഹമ്മദ് പറഞ്ഞ നുണയാണെന്നുള്ളത് വ്യക്തമല്ലേ? എന്നിട്ട് അതാണ് പോലും ഇവിടെ കരാർ കൊണ്ട് ഉദ്ദേശിച്ചത്. 3, മുജാഹിദ്, കൽബി, മുഖാത്തിൽ എന്നിവർ പറയുന്നു ആദമിൻ്റെ മുതുകിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന അള്ളാഹു അവരുടെ രക്ഷിതാവാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ നടന്ന കരാറാണ് വിവക്ഷ. ആ കരാറിനെ കുറിച്ചാണ് ഇപ്പം ഞാനീ പറഞ്ഞത്. അള്ളാഹു രക്ഷിതാവാണ് എന്ന് നമ്മളൊക്കെ ആദമിൻ്റെ മുതുകിൽ നിന്ന് വലിച്ചൂരിക്കൊണ്ടായിട്ട് അള്ളാഹു നമ്മളായിട്ട് കരാറുണ്ടാക്കിയിരിക്കണു. ചോദ്യം, ഈ അഭിപ്രായ പ്രകാരം മനുഷ്യർ ആ കരാറും ഉടമ്പടിയും ഓർമ്മിക്കുന്നില്ലല്ലോ, പിന്നെ അത് പരിരക്ഷിക്കാൻ അവരോട് പറയുന്നത് എങ്ങനെ? ഇതാണ് റാസി യുക്തിവാദം എടുത്ത് വീശുന്നുണ്ട്. കാരണം റാസിയുടെ തഫ്സീർ വായിക്കുമ്പോൾ ഞാൻ ആരും ഇതൊന്നും ചിന്തിക്കാതെ പോവുകയാണെങ്കിൽ ചിന്തിച്ചോട്ടെ വിചാരിച്ചിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു പൊട്ട ഉത്തരവും എഴുതി വെച്ചിട്ടുണ്ട്. മറുപടി, അള്ളാഹു ഓർമ്മിപ്പിച്ചതോടെ അവർക്ക് അങ്ങനെ ഉണ്ടായതായി ഉറപ്പായല്ലോ, അപ്പോൾ അത് പാലിക്കാൻ അവരോട് നിർദ്ദേശിക്കാം. അള്ളാഹു പറഞ്ഞാൽ നമുക്ക് ഉറപ്പാവും, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഉറപ്പാവും, ശരിയാണ്. ഇവിടെ അള്ളാഹു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ നമ്മളോട് ആരാ പറഞ്ഞത്? നമ്മളോട് ആരോ എഴുതി വെച്ച ഈ പുസ്തകത്തിലാണ് പറയുന്നത്. ആ എഴുതി വെച്ച പുസ്തകത്തിൽ പറയുന്നത് 6ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ തൊള്ളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അല്ലാതെ അള്ളാഹു നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണോ അള്ളാഹു ഒരു സൃഷ്ടികളോട് കാര്യങ്ങൾ പറയുക? ആ സൃഷ്ടികൾക്ക് ബോധ്യപ്പെടുന്ന, ആ സൃഷ്ടികൾക്ക് ഓർക്കാൻ പറ്റുന്ന, ആ സൃഷ്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അള്ളാഹു കാര്യങ്ങൾ ചെയ്യണ്ടേ? നേരിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ ചെയ്യണ്ടേ? ഇതൊന്നും ചെയ്യാതെ 6ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഏതോ ഒരു മനുഷ്യൻ തൊള്ളപടായി പറഞ്ഞു നടന്നത് നമ്മൾ വിശ്വസിക്കണമെന്ന് പിന്നീട് ആരോ എഴുതി വെച്ച പുസ്തകം നോക്കിയിട്ട് നമ്മളും അറിയാണ്. എന്നിട്ട് ആ നമ്മളോട് പറയാണ് അള്ളാഹു നമ്മളേറ്റ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് പണ്ടെങ്ങാണ്ടൊരു കരാറുണ്ടാക്കിയിരിക്കുന്നു, ആ കരാറ് നിങ്ങൾ ഓർക്കണം. ഇനി 4ാമത്തത്, തൗഹീദ്, ശരീഅത്ത്, നിയമങ്ങൾ എന്നിവയ്ക്കായി അള്ളാഹു അവതരിപ്പിച്ച ബുദ്ധിപരമായ തെളിവുകളാണ് വിവക്ഷ. തൗഹീദ്, ശരീഅത്ത്, നിയമങ്ങൾ, ഇതിന് അള്ളാഹു ബുദ്ധിപരമായ തെളിവ് തന്നിട്ടുണ്ടും പോലും. അതിൻ്റെ തെളിവൊക്കെ നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചതാണ്. തൗഹീദ് എന്ന് പറയുന്നതിൽ പരം മണ്ടത്തരം വേറെ ഒന്നുമില്ല. ശരീഅത്ത് എന്ന് പറയുന്നതിൽ പരം അബദ്ധങ്ങൾ നിറഞ്ഞൊരു നിയമസംഹിതയും വേറെ ഒന്നുമില്ല. സാമാന്യ ബുദ്ധി, മനുഷ്യൻ്റെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ 2 സാധനങ്ങളും പരിശോധിച്ചാൽ തന്നെ ഇത് മനുഷ്യൻ പറഞ്ഞ മണ്ടത്തരമാണ് എന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നും വ്യക്തമാണ്.
തൗഹീദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊരു ദൈവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ആ ദൈവം ശരിയല്ല എന്നാണ്. ഒരു ദൈവം മാത്രമേ ഉള്ളെങ്കിൽ മനുഷ്യർക്ക് വേറൊരു ചോയ്സ് തന്നെ ഉണ്ടാവാൻ പാടില്ല, വേറൊരു ഓപ്ഷൻ വരാനേ സാധ്യത ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ആ ബോധ്യപ്പെട്ട കാര്യത്തിൽ നമുക്കാർക്കും വേറെ ചോയ്സ് ഒന്നുമില്ലല്ലോ, വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രം, ദൈവത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രം മനുഷ്യർക്ക് ഇങ്ങനെ തർക്കവും സംശയവും വന്നത് എന്തുകൊണ്ടാണ്? ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ ആ ഒരു ദൈവത്തിന് ഞാനാണ് ദൈവം എന്ന് തൻ്റെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ എത്ര നിസ്സാരമായ കാര്യം മതി, എത്ര എളുപ്പത്തിൽ സാധ്യമാകും. എന്തേ ദൈവം അത് ചെയ്യാതെ ദൈവം ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ ഏജൻറ്റുമാരെ വിട്ടിട്ട് ഈ കള്ളക്കളി കളിക്കുന്നത്? എന്നിട്ട് പല ഏജൻറ്റുമാരും വന്നിട്ട് പല ദൈവങ്ങളെക്കുറിച്ച് നമ്മളോട് കഥ പറയാം. ആ കഥകൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു കഥയിലും ഒരു കഥയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണോ ദൈവം മനുഷ്യർക്ക് തൻ്റെ സ്വന്തം അസ്തിത്വം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്? അപ്പോൾ ഈ തൗഹീദ് ശരീഅത്ത് എന്നൊക്കെ പറയുന്നത് തന്നെ മണ്ടത്തരങ്ങളുടെ അങ്ങേയറ്റാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അത് എന്താണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ വാദം അനുസരിച്ചും ഇത് പൊള്ളയാണെന്നുള്ളത് വ്യക്തമാണ്. ദൈവവചന വൈജ്ഞാനികരിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായവും ഇതാണ്. അപ്പോൾ ഏതാണ് കരാറ് എന്ന കാര്യത്തിൽ തന്നെ 5-6 അഭിപ്രായങ്ങളാണ് ഈ ഖുർആൻ വ്യാഖ്യാനിച്ചവർക്കുള്ളത്. ഇതാണ് ഖുർആൻ്റെ അവസ്ഥ. ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യം അതെന്താണ് എന്ന് അത് വായിച്ചവർക്കും വ്യാഖ്യാനിച്ചവർക്കും പഠിച്ചവർക്കും മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ അങ്ങനത്തെ ഒരു പുസ്തകം കൊടുത്തയച്ചിട്ട് ഒരു ദൈവം നമ്മളെ എന്ത് പഠിപ്പിച്ചു എന്നാണ് ഈ പറയുന്നത്? മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കി മനുഷ്യരെ കുണ്ടിൽ ചാടിക്കുക എന്നതായിരുന്നോ ഈ ദൈവത്തിൻ്റെ ലക്ഷ്യം? അതാണോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്? എന്നിട്ട് ഈ ദൈവം ഇങ്ങനെ ഒരു കരാറ് നമ്മളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നത് ആ അറേബ്യയിലുള്ള 6-ാം നൂറ്റാണ്ടിലെ പാഗൻ അറബികളുടെ വിഗ്രഹാരാധനയും അവിടെ നടന്നിരുന്ന അനാചാരങ്ങളും അവിടെ നടന്നിരുന്ന മൃഗബലിയും തലമൊട്ടയടിക്കലും കല്ലെടുത്തെറിയലും കരിങ്കല്ലിനെ മുത്തലും കരിങ്കല്ലിനെ തവാഫ് ചെയ്യലും അവിടേക്ക് ബലിയേർക്കാൻ കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ പാളയെ ആദരിക്കലും പാളക്കഷ്ണത്തെ ആദരിക്കലും ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആയിരുന്നോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമായിട്ട് ദൈവം നേരത്തെ ഉണ്ടാക്കിയ കരാറ്? മക്കയിലും മദീനയിലും 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാഗൻ അറബികളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ലോകാവസാനം വരെ ആചരിക്കേണ്ടത് എന്നാണോ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യരാശിയുമായിട്ട് കരാറുണ്ടാക്കിയിരുന്നത്? അതെന്ത് തരം കരാറാണ്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ബാധകമായ ഒരു കരാറാണെങ്കിൽ അത് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലെ ഒരു പ്രാദേശിക ഗോത്രവർഗത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്കിടയിലുള്ള മണ്ടത്തരങ്ങളും ലോകാവസാനം വരെ ലോകത്തുള്ളവരെല്ലാവരും അനുകരിക്കുക എന്നതാണോ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ലക്ഷ്യം? സാമാന്യ ബുദ്ധി മനുഷ്യർക്ക് ഒരു അനുഗ്രഹമായി കിട്ടിയിട്ടുണ്ട്. അത് ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ല, അത് പ്രകൃതിയുടെ അനുഗ്രഹമാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് നമ്മുടെ തലച്ചോറ്. ആ തലച്ചോറിൻ്റെ സിദ്ധിയാണ് നമ്മുടെ ചിന്താശേഷി എന്ന് പറയുന്നത്. ആ ചിന്താശേഷി വെച്ചുകൊണ്ട് ഈ കഥാപുസ്തകം പരിശോധിച്ചാൽ തന്നെ മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധിയിൽ അറിവ് കുറഞ്ഞ കാലത്ത്, സംസ്കാരം കുറഞ്ഞ കാലത്ത് ഏതോ പ്രാദേശിക ഗ്രൂപ്പിൽപ്പെട്ട മനുഷ്യർ എഴുതി വെക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ എഴുതി സമാഹരിച്ചുണ്ടാക്കിയ ഒരു പുസ്തകമാണ്, ഒരു കഥയാണ് ഇത് എന്ന് ഇന്ന് സാമാന്യ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ ആർക്കും ബോധ്യപ്പെടും. അതുതന്നെയാണ് ഇപ്പോൾ ഈ വായിച്ച വാക്യത്തിലും ആ വാക്യത്തിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങളിലുമൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം. ഇതാണ് ഈ വാക്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാം.